മക്കളെ, ഓരോ വർഷവും നീറ്റ് എക്സാം കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളുകളല്ല. ഇപ്പോൾ കേരളത്തിൽ മാത്രം 1.5 ലക്ഷത്തോളം കുട്ടികൾ എക്സാം എഴുതുമ്പോൾ ഇതിൽ അഡ്മിഷൻ ആവുന്ന കുട്ടികൾ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിഷൻ കയറുന്ന കുട്ടികളുടെ എണ്ണം എത്രയാണ്? 2000-ൻ്റെ ചുവടെ. ഇത് കൂടാതെ ഇനി സെൽഫ് ഫിനാൻസിങ് കൂടെ കൂടുമ്പോൾ 7000-ഓളം കുട്ടികൾ, ബാക്കിയുള്ള അത്രയും കുട്ടികൾ ഈ ഒരു ലിസ്റ്റിൽ പോലും ഇല്ലാതെ എലിമിനേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇതിൽ തന്നെ ചിലപ്പോഴും പഠിക്കാൻ നല്ല കഴിവുണ്ടായിട്ടും സെൽഫിലേക്ക് പോകാനുള്ള ആ ഒരു പൈസ കൊടുക്കാൻ പറ്റാത്തത് കാരണം MBBS എന്ന സ്വപ്നം വിട്ടിട്ട് BDS ഇനി അതല്ല ഹോമിയോ, ആയുർവേദ, വെറ്റിനറി ഇങ്ങനെയൊക്കെ എടുത്തു പോകുന്ന കുട്ടികളും ഉണ്ട്. എല്ലാ സ്ഥലത്തും ഉള്ള കാര്യം അത് തന്നെയാണ്. അല്ലാതെ എഴുതുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഒരിക്കലും MBBS റിസൾട്ട് കിട്ടുന്നവരൊന്നല്ല. ഏറ്റവും കൂടുതൽ കുട്ടികൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണ്. അവരുടെ ലൈഫിൽ അവർ എഫേർട്ട് എടുക്കാത്ത ആളുകളല്ല. ഈ വർഷം തന്നെ റീനീറ്റിന് മുന്നേ നമ്മുടെ നീറ്റ് എക്സാം കഴിഞ്ഞിരുന്നു. ആ എക്സാമിൽ 650, 660, 670 മാർക്ക് വാങ്ങിച്ച പല മക്കളും ഈ ദിവസം റിസൾട്ടിന് ശേഷം വിളിക്കുന്ന കോളുകൾ കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നാറുണ്ട്. നമ്മുടെ കുട്ടികളുടെ ഇടയിലും ചില ആളുകൾ അതുപോലെ വിഷമങ്ങൾ അനുഭവിക്കുന്ന മക്കളുണ്ട്. അതായത് ആ എക്സാമിൽ നല്ല സ്കോർ വാങ്ങിച്ചിട്ട് ഈ വർഷം നമ്മൾ നീറ്റിൽ ചിലപ്പോൾ ഇനി എത്താൻ പറ്റാത്ത രീതിയിൽ MBBS ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ എത്താൻ പറ്റാതെ പാതി വഴിയിൽ ഒഴിവാക്കേണ്ടി വന്ന കുട്ടികളുണ്ട്. അവരുടെ ഇനിയുള്ളൊരു യാത്രയിൽ ഇനി എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ നിർത്തി, എനിക്കിനി പറ്റൂല എന്ന് ചിന്തിച്ചിട്ട് പിന്നോട്ടേക്ക് പോകുന്ന ആളുകളുണ്ട്. അവരിഷ്ടപ്പെടാത്ത കോഴ്സുകൾ, ഞാൻ അങ്ങനെ തന്നെ പറയാണ്. അതായത് ഒരു കോംപ്രമൈസ് ആണ് ലൈഫിൽ. അല്ലാതെ ഇഷ്ടം കൊണ്ട് മറ്റൊരു കോഴ്സിലേക്ക് പോവല്ല. ചിലപ്പോൾ അവൻ BDS എടുക്കുന്നു, അല്ലെങ്കിൽ അവൻ വെറ്റിനറി എടുക്കുന്നു, അതവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ ഇഷ്ടപ്പെടുന്നതല്ല. അവൻ ലൈഫിൽ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവാണ്. അല്ലെങ്കിൽ ആ കുട്ടിയുടെ ലൈഫിലെ ആഗ്രഹങ്ങളെല്ലാം മാറ്റി വെക്കുകയാണ്. ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ ഒരു പരാജയം കാരണം രണ്ടാമതൊരു എക്സാമിലേക്ക് പോകുമ്പോൾ മക്കളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പല ആളുകളും വേദനയോടുകൂടെ തന്നെ എക്സാമിനെ ഫേസ് ചെയ്ത ആളുകളുണ്ട്. കാരണം ഒന്നാമത്തെ എക്സാമിൽ അവർ നല്ല ഓക്കെ ആയിട്ട് എഴുതി, പക്ഷെ രണ്ടാമത്തെ എക്സാം ആകുമ്പോൾ എനിക്ക് അതുപോലെ പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ പേടിച്ചു പോയിട്ട് പലപ്പോഴും അതേപോലെ പെർഫോം ചെയ്യാൻ പറ്റാതെ പോയ മക്കളുണ്ട്. ഫസ്റ്റ് നീറ്റ് എന്നുള്ള രീതിയിൽ സ്വപ്നം കണ്ടുകൊണ്ട് റിപ്പീറ്റിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റേഴ്സും സൂപ്പർ റിപ്പീറ്റേഴ്സും എക്സാമിൽ ഏറ്റവും നല്ല സ്കോർ വാങ്ങിച്ചേക്കുന്ന, ഏറ്റവും നല്ല റാങ്കുകൾ വാങ്ങിച്ചേക്കുന്ന ഒരു വർഷവും കൂടെയായിരുന്നു ഈ 2026 റീനീറ്റ്. കാരണം ഫിസിക്സ് ബുദ്ധിമുട്ടാവുമ്പോൾ അവിടെ റിപ്പീറ്റേഴ്സും സൂപ്പർ റിപ്പീറ്റേഴ്സും കൂടുതലായിട്ട് കയറും. ആ ഒരു അവസ്ഥയായിരുന്നു ഈ വർഷം ഉണ്ടായിരുന്നത്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, മക്കളെ, പലരും ലൈഫിൽ ഒരു കാര്യം ആഗ്രഹം വെച്ചിട്ട് ഓടി തുടങ്ങുമ്പോൾ ചിലപ്പോഴും നമ്മൾ വീണു പോകുമ്പോൾ അവിടെ കിടന്നിട്ട് നമ്മൾ ഇനി അടുത്ത എന്തിലേക്കും പോകുന്നതിനേക്കാൾ ഉപരി എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ളത്, നിങ്ങളെ കൊണ്ട് സെൽഫിൽ MBBS എടുക്കാൻ പറ്റുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങളത് എടുക്കുക. അതല്ല നിങ്ങൾക്ക് അതിന് പോകാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ, നിങ്ങൾക്ക് ഫീസ് കൊണ്ട് അത് കൂടുന്നില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം പാതിയിൽ വിട്ടുകളയരുത്. പിന്നെ നിങ്ങൾ BDSന് പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോഴെങ്കിലും വിഷമം തോന്നും, ഒന്നും കൂടെ ശ്രമിക്കായിരുന്നു. ഇപ്പോഴാ തീരുമാനം എടുക്കേണ്ടത്. അല്ലാതെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനം എടുത്തിട്ട് കാര്യമില്ല. ഇനിയും അലോട്ട്മെന്റ് വരട്ടെ, എന്തെങ്കിലും ആവോ നോക്കട്ടെ, കുറെ കാലമായിട്ട് നിങ്ങൾ പറയേണ്ട റിസൾട്ട് വരട്ടെ. നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ സ്കോർ എത്രയായിരുന്നു. ആ സ്കോർ എത്രയാണെന്ന് അറിഞ്ഞിട്ട് പോലും വീണ്ടും നമ്മൾ റിസൾട്ട് വരട്ടെ എന്ന് വിചാരിച്ച് കാത്തിരുന്ന ആളുകളുണ്ട്. ഇപ്പോഴും റിസൾട്ട് വന്നപ്പോൾ ഇനിയും നമ്മൾ കാത്തിരിക്കുക, ഇനിയും കുറച്ചും കൂടെ കഴിയട്ടെ, അലോട്ട്മെന്റിൽ കിട്ടുമോ നോക്കട്ടെ. എനിക്ക് പറയാനുള്ളത്, ഈ ഒരു 560 താഴെയുള്ള കുട്ടികളാണെങ്കിൽ, നിങ്ങൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സ്വപ്നം കാണുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടിയാണ്, അല്ലെങ്കിൽ OBCയിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. നിങ്ങൾ ആ ഒരു സത്യം ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. നമുക്ക് കിട്ടാത്തതാണെങ്കിൽ അത് കിട്ടില്ല എന്നുള്ള സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. ഇനി നമുക്ക് സെൽഫിലേക്ക് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് ഓഫ് ബറോഡ പോലെയുള്ള ബാങ്കുകൾ നിങ്ങൾക്ക് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒന്നും തന്നെ സെക്യൂരിറ്റി ഒന്നും വെക്കാതെ നിങ്ങൾക്ക് ലോണുകൾ കിട്ടുന്നുണ്ട്. 40 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് BOBയിൽ 75,000 റാങ്കിനുള്ളിൽ വരുന്ന കുട്ടികൾക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് അടുത്തുള്ള ബ്രാഞ്ചിലൊക്കെ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ കിട്ടും. അതല്ല പാരൻസിനെ കൊണ്ട് പറ്റുന്നുണ്ടെന്നാണെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ സെൽഫിൽ പോകാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം. ഇനി അതല്ല എനിക്ക് ഗവൺമെന്റിൽ തന്നെ പഠിക്കണം, ഒരു വർഷം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ റിസൾട്ട് ഉണ്ടാക്കുമെന്ന് അങ്ങനെ തീരുമാനിക്കുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഉറപ്പായിട്ടും കുറേ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പോയിട്ട് നിങ്ങളെ അറിയാതായി പോകരുത്. നിങ്ങളെ അറിയുന്ന ഒരു കുഞ്ഞു സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ JPS എപ്പോഴും ഞാൻ പറയും, ഈ വർഷം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച കുട്ടികൾ 200 പേരാണ്. ആ 200 പേരിൽ 8 പേരാണ് ആദ്യത്തെ 600 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്തത്. ഈ 600+ നമ്മുടെ JPSന് എത്താൻ പറ്റിയത് 8 പേരാണെങ്കിൽ, നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ എടുത്ത് കമ്പയർ ചെയ്യും, അവിടെ 50 പേരുണ്ടല്ലോ, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് 100 പേരുണ്ടല്ലോ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് കുഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, 200 പേരാ. ഇവിടെ 5000 കുട്ടികളില്ല, ഇവിടെ 10,000 കുട്ടികളില്ല, ഇവിടെ 30,000 കുട്ടികളില്ല, ഇവിടെ കുറഞ്ഞ നമ്പർ ഓഫ് കുട്ടികളേ ഉള്ളൂ.
അതിൽ നിന്നാണ് JPCന്റെ റിസൾട്ടുകൾ. ഇവിടുത്തെ മക്കൾ തന്നെയാണ് കഴിഞ്ഞ വർഷം പഠിച്ച് കേരളത്തിലെ 7ാമത്തെ റാങ്ക് വാങ്ങിച്ചതും. 10ൽ ആദ്യത്തെ 10നുള്ളിലേക്ക് 5ാമത്തെ വർഷം JPCന് എത്താൻ പറ്റിയിട്ടുണ്ടെന്നാണെങ്കിൽ അത് JPCന്റെ ഏറ്റവും ബെസ്റ്റ് റാങ്ക് തന്നെയാണ്. കഴിഞ്ഞ വർഷം ആദ്യത്തെ 100ൽ 4 റാങ്കുകൾ JPC വാരി കൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റിയിരിക്കുന്നത് ഇവിടെ ഏറ്റവും നല്ലൊരു ടീച്ചേഴ്സ് ഉണ്ട്. ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന എക്സാംസും മെറ്റീരിയൽസും എല്ലാ സപ്പോർട്ടും ഇവിടെ ഉണ്ട്. മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട എല്ലാം നമ്മുടെ ഒന്നും തന്നെ. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കണം. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, എന്നെ കൊണ്ട് പറ്റുമോ, എനിക്കിത് നടക്കുന്നതാണോ? അങ്ങനെ ആണെങ്കിൽ വേറെ ആര് പറയുന്നു കേൾക്കണ്ട, നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം. നമുക്ക് വാശിയായിരിക്കണം, നമ്മൾ നേടും എന്നുള്ളൊരു വാശി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്ത് നമ്മൾ ഇറങ്ങാൻ തയ്യാറാണ്. നമ്മളെ മുന്നിൽ കളിയാക്കുന്നവരുണ്ടാവും, കുറ്റപ്പെടുത്തുന്നവരുണ്ടാവും. അവർക്കൊന്നും ഇതിന്റെ വാല്യൂ അറിയില്ല മക്കളെ. നിങ്ങൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാട് എന്താണെന്ന് അവർക്ക് ആർക്കും അറിയില്ല. അത് അറിയുന്ന ഒരാൾ നമ്മളെ കുറ്റപ്പെടുത്താൻ വരൂല. ഒരു റിപ്പീറ്റേഴ്സിന്റെ ലൈഫ് എന്താണെന്ന് അറിയുന്ന ഒരാൾ നമ്മളെ കുറ്റപ്പെടുത്താൻ വരൂല. നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, നമ്മൾ മാറ്റിവെച്ച ലൈഫിൽ നിന്ന് മാറ്റിവെച്ച പല ബെസ്റ്റ് മൊമെന്റ്സും, ലൈഫിൽ നിന്ന് മാറ്റിവെച്ച പല കാര്യങ്ങളും, നമ്മുടെ പാരന്റ്സ് ഇല്ല, നമ്മുടെ റിലേറ്റീവ്സ് ഇല്ല, നമ്മുടെ ഫ്രണ്ട്സ് ഇല്ല, നമ്മുടെ മൊബൈൽ ഇല്ല, നമ്മുടെ സോഷ്യൽ മീഡിയ ഇല്ല, നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് നമ്മുടെ ലൈഫ് മൊത്തം നമ്മൾ ഈ നീറ്റ് എക്സാമിന് വേണ്ടി കൊടുത്തവരാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് പിന്തിരിഞ്ഞു പോകണോ? അതല്ല, ഞാൻ ഒരു തവണ കൂടെ ശ്രമിക്കണോ എന്നുള്ളത് ഡിസിഷൻ എടുക്കേണ്ട നിങ്ങൾ ഓരോ ആളുകളുമാണ്. എനിക്ക് മക്കളോട് പറയാനുള്ളത്, ജീവിതത്തിൽ നമ്മളൊരു സമയത്ത് നമ്മളൊരു വിഷമിച്ചുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും അത് ശരിയായിക്കൊള്ളണമെന്നില്ല. നമുക്ക് എപ്പോഴും എന്തിനും ഒരു സമയം കൊടുക്കുക, നമുക്ക് തന്നെ ചിന്തിക്കാനുള്ള ഒരു സമയം കൊടുക്കുക. ആ ചിന്തിച്ച് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. മക്കളെ, ലൈഫിൽ ഇനിയും കുറേ മുന്നോട്ട് പോകാനുള്ളവരാ. ഒരു വർഷത്തിന്റെ കണക്ക് പറഞ്ഞിട്ട് നിങ്ങളുടെ ഇഷ്ടങ്ങളെ മാറ്റി വെക്കേണ്ട കുട്ടികളെല്ലാം നിങ്ങൾ ആരും തന്നെ. ആലോചിക്കുക, നന്നായിട്ട് ആലോചിക്കുക. നിങ്ങൾക്ക് ഇനിയും ഇറങ്ങിത്തിരിക്കാൻ പറ്റൂന്നാണെങ്കിൽ മാത്രം, അത് വേറെ ആരും നിർബന്ധിച്ചിട്ടല്ല, നിങ്ങൾക്ക് പറ്റൂന്നാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുക. അതല്ല എന്നെ കൊണ്ട് പറ്റൂലെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ മറ്റൊരു കോഴ്സിൽ ഓക്കെ ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ആ കോഴ്സ് എടുത്ത് മുന്നോട്ടേക്ക് പോകാൻ തയ്യാറാവുക. 562 മാർക്കിന് മുകളിലുള്ള കുട്ടികൾ ഈ വർഷം ഓൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾ കയറും എന്നുള്ള വിശ്വാസത്തോടു കൂടെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോവാം. ഇനി അതല്ലാന്നാണെങ്കിൽ നമുക്കതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് മറ്റൊരു കോഴ്സിലേക്ക് നമുക്ക് പോകണമെങ്കിൽ അതും നിങ്ങൾക്ക് ചിന്തിക്കാം. മക്കളെ, ഇവിടെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അവർ അവസാന പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയിട്ട് ഒന്നും കൂടെ ശ്രമിച്ചു നോക്കാന്നുള്ള രീതിയിൽ വന്ന കുട്ടികളെല്ലാവരും തന്നെ ഈ വർഷം റിസൾട്ട് ആക്കി പോയിട്ടുണ്ട്. ഈ ഓരോ കുട്ടികൾക്കും പറയാനുണ്ടായിട്ടുണ്ട് അതിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന വിഷമങ്ങളുടെ കഥ. എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ, ഞാൻ അതിൽ നിന്ന് വീണു പോയില്ലേ, ഇനി എന്നെ കൊണ്ട് പറ്റുമോ? പക്ഷെ ഈ വിഷമങ്ങളൊക്കെ പറഞ്ഞ ഓരോ കുട്ടിയും ഇന്ന് ജയിച്ച് നിൽക്കുമ്പോൾ സന്തോഷം തോന്നിയിട്ടുണ്ട്. അവിടെ റിസൾട്ടിന്റെ കൂടെ നമുക്കും കൂടെ പങ്കാളികളാവാൻ പറ്റിയതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പൊ നാളെ നിങ്ങൾ ഇതുപോലെ ആഗ്രഹിക്കേണ്ടതാണെങ്കിൽ ആയിരക്കണക്കിനോ 10,000-കണക്കിന് കുട്ടികളിൽ ഒരാളായിട്ടല്ല, ഞങ്ങളുടെ JPCയിൽ 200 പേരിൽ ഒരാളായിട്ട്, ഈ ഫാമിലിയിൽ ഒരു മെമ്പറായിട്ട് നിങ്ങൾ വരാൻ ആഗ്രഹിക്കേണ്ടതാണെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾ കൂടെ ഉണ്ട്. നമുക്ക് ഒന്നിച്ചു പോവാം മക്കളെ. ഓക്കെ, കാണാം.